വിശുദ്ധ വാരാചരണത്തിന് പ്രാർത്ഥന നിർഭരമായ തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. വിനയത്തിന്റെ മാതൃകയിൽ യേശുക്രിസ്തു കഴുതപ്പുറത്തേറി ജെറുസലേം ദേവാലയത്തിലേക്ക് നടത്തിയ രാജകീയ പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന ഞായർ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് വന്ന യേശുവിനെ ഓശാന വിളികളുമായാണ് ജനക്കൂട്ടം എതിരേറ്റത്. ഒലീവിലകളും സൈത്തീൻ ചില്ലകളും വീശി രക്ഷിക്കണേ എന്നർത്ഥമുള്ള ഓശാന എന്ന പദം ഉച്ചത്തിൽ പാടി അവർ യേശുക്രിസ്തുവിനെ വരവേറ്റതിൻ്റെ ഓർമ്മയാണ് ഓശാന ഞായർ. ഇതിനെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശ്വാസികൾ കുരുത്തോല കൈകളിലേന്തി ഓശാന പാടി പ്രദക്ഷിണം നടത്തിയത്. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രധാന പുരോഹിതൻ അടഞ്ഞുകിടക്കുന്ന ദേവാലയത്തിൻ്റെ വാതിലിൽ 3 തവണ മുട്ടി. തുടർന്ന് മലർക്കെ തുറന്ന വാതിലിലൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ഓശാനയുടെ ബാക്കിയുള്ള തിരുകർമ്മങ്ങളിൽ പങ്കുകൊണ്ടു. വ്രതാനുഷ്ഠാനത്തോടെ 50 നൊയമ്പിൻ്റെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിച്ച ക്രൈസ്തവ വിശ്വാസികൾ കുർബാന സ്ഥാപനത്തിൻ്റെയും വിനയത്തിൻ്റെയും പെസഹ വ്യാഴവും കുരിശുമരണത്തിൻ്റെ ദുഃഖവെള്ളിയും ആചരിച്ച് പ്രത്യാശയുടെയും പുനരുദ്ധാനത്തിൻ്റെയും ഈസ്റ്റർ ആഘോഷിക്കും. പാവറട്ടി സെന്റ് ജോസഫ്സ് തീർത്ഥകേന്ദ്രത്തിൽ ഓശാന തിരുകർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യകാർമ്മികനായി. ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഡീക്കൻ ബ്രിൽവിൻ ഒലക്കേങ്കിൽ എന്നിവർ സഹകാർമ്മികരായി.